നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് സിബുക്കുട്ടി ഫ്രാൻസിസ്, വർക്കിംഗ് പ്രസിഡന്റ്, കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INUC. വൈദ്യുതി ബോർഡിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം, അതായത് 2013 ശേഷം കയറിയിട്ടുള്ള ഇലക്ട്രിസിറ്റി വർക്കർ ഉൾപ്പെടെ ലൈൻമാൻ ആയിരിക്കുന്നവർ, ഓവർസർ ആയിരിക്കുന്ന വിവിധ വിഭാഗം ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ റെഗുലേഷൻ 2023 പ്രകാരം ഒരു ട്രെയിനിങ് കൊടുത്ത് അവരെ പ്രാപ്തരാക്കേണ്ടതാണ്. സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി റെഗുലേഷൻ 2010 ജീവനക്കാർക്ക് ദോഷകരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ റെഗുലേഷൻ 2023 ഇറക്കുമ്പോൾ അതിൽ ശക്തമായ ഇടപെടൽ നടത്തുവാൻ ഞങ്ങളുടെ സംഘടനയ്ക്ക് സാധിച്ചു. അതിന്റെ ഫലമായിട്ടാണ് റെഗുലേഷൻ 6ഉം 7ഉം പ്രകാരം നിലവിലുള്ള ജീവനക്കാരെ ഒരു ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ പവർ സെക്ടർ സ്കിൽ കൗൺസിൽ അംഗീകാരത്തോടെ ട്രെയിനിങ് കൊടുക്കണമെന്ന് റെഗുലേഷനിൽ പ്രതിപാദിച്ചത് ഞങ്ങൾ ആവശ്യപ്പെട്ട് ഇടപെട്ടാണ്. സെൻട്രൽ സിറ്റി അതോറിറ്റിയുടെ റെഗുലേഷൻ 2023 പുറത്തിറങ്ങിയത് 8/6/2023 അന്ന് തൊട്ട് ഈ കഴിഞ്ഞ ആഴ്ച വരെ ഞങ്ങൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 2 കാര്യങ്ങൾ പറയുമായിരുന്നു. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലുള്ള കോടതിയലക്ഷ്യ ഹർജി വരുമ്പോൾ അവരൊരു സ്പെഷ്യൽ എൻഗേജ്മെന്റ് അഡ്വക്കേറ്റിനെ നിയോഗിക്കണമെന്ന് ഞങ്ങൾ കാലങ്ങളായിട്ട് പറഞ്ഞു. 8/6/2023 മുതൽ പറഞ്ഞെങ്കിലും അടുത്തിടെ 1 മാസം മുമ്പ് ബോർഡ് ഉത്തരവിറക്കി. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ ആവശ്യം അംഗീകരിച്ചു, സന്തോഷം. അതിൽ ഇടപെട്ടവളൊക്കെ എല്ലാം നന്ദി രേഖപ്പെടുത്തും. രണ്ടാമത് ഞങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അടുത്ത പ്രാവശ്യം കോടതിയിൽ കേസ് വരുമ്പോൾ നിലവിലുള്ള ജീവനക്കാർ യോഗ്യരാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് തുടങ്ങുകയെങ്കിലും ചെയ്യണം, കുറഞ്ഞ പക്ഷെ അതിന്റെ ഷെഡ്യൂൾ എങ്കിലും ഇടണം എന്ന് ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഞങ്ങൾ പറഞ്ഞത് പെട്ടെന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ ഒരു താമസം വരും. പൊതുവെ ഇടതുപക്ഷ സംഘടനകളും അവരുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ 10 വർഷം കഴിഞ്ഞാണ് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നെങ്കിൽ ഏതായാലും കഴിഞ്ഞ 1.5 വർഷമായിട്ട് പറഞ്ഞ അവസാനം ഇപ്പോൾ ഈ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയതിന്റെ നന്ദി ബോർഡിനോട് അറിയിക്കാനും ട്രെയിനിങ്ങിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വന്നു എന്നുള്ളത് ജീവനക്കാരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ജനുവരി 2-ാം തീയതി അടുത്ത ദിവസം തന്നെ കോടതിയലക്ഷ്യ ഹർജി ബഹുമാനപ്പെട്ട കോടതി വരുമ്പോൾ നമുക്ക് പറഞ്ഞു നിൽക്കാനുള്ള അത്യാവശ്യം കാര്യമായി. നമ്മൾ ട്രെയിനിങ് കൊടുത്ത് പ്രാപ്തരാക്കിയില്ലെങ്കിലും നമ്മൾ ട്രെയിനിങ് കൊടുക്കുവാൻ പോകുന്നു, ട്രെയിനിങ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു എന്ന് ഉള്ള ശുഭകരമായ ഒരു ഉത്തരവ് ജീവനക്കാർക്കിടയിൽ പങ്കുവെക്കുകയാണ് ഞാനിത്. ഇപ്പോൾ ഞങ്ങൾക്ക് യൂണിയന് ബോർഡിൽ നിന്ന് ലഭിച്ചതാണ് ഈ കത്ത്. അത് എല്ലാ സംഘടനകൾക്കും നൽകിയിട്ടുണ്ട്. ആ ട്രെയിനിങ് കൊടുക്കേണ്ടുന്ന ട്രെയിനേഴ്സിനുള്ള ട്രെയിനിങ് 2/1/2025 പൂർത്തിയാകും എന്ന് ഈ ഉത്തരവിൽ പറയുന്നു. 4-ാം തീയതി ട്രെയിനിങ്ങിന്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നു. ജനുവരി 4-ാം തീയതി സെൻട്രൽ സിറ്റി അതോറിറ്റിയുടെ ചെയർപേഴ്സണെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിരിക്കുന്നു. എല്ലാ സംഘടനകളുടെയും ഈ 2 പ്രതിനിധികളെയും ആ ഇനാഗുറൽ ഫംഗ്ഷനിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. സന്തോഷം, ഞങ്ങൾ ആ ക്ഷണം സ്വീകരിച്ചിരിക്കുന്നു. നിലവിലുള്ള കാരണം 2-ാം തീയതി കേസ് വരുന്നെങ്കിലും ഇങ്ങനെ ഒരു ഓർഡർ നമ്മൾ ഇറക്കി. ഞങ്ങൾ നിരന്തരമായി പറയുമായിരുന്നു, കാരണം 2-ാം തീയതി കേസ് എങ്ങാനും എടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ നമ്മളൊന്നും ഇല്ലാതെ കോടതിയിൽ പോയാൽ വെറുതെ പോയി നിന്നാൽ ചിലപ്പോൾ അടി മേടിച്ച് കിട്ടും എന്ന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ ഓർഡറെങ്കിലും നമുക്കിപ്പോൾ കാണിക്കാൻ പറ്റും. നമ്മൾ ഉദ്ഘാടനം ചെയ്യുക. സെൻട്രൽ സിറ്റി അതോറിറ്റിയുടെ ചെയർപേഴ്സണെ തന്നെ നമ്മൾ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിരിക്കുകയാണ്. നല്ല കാര്യമാണ്. അങ്ങനെ ഈ വർക്കേഴ്സിന്റെ പ്രൊമോഷൻ മാത്രമല്ല, നിലവിൽ പ്രൊമോഷൻ കിട്ടിയവരുടെ കഴിഞ്ഞ റഫറണ്ടത്തിന്റെ തലയാഴ്ച ഇറക്കിയ പ്രൊമോഷൻ വന്നവരുൾപ്പെടെ നിലവിൽ ഏഴിയായിട്ടിരിക്കുന്ന വിവിധ വിഭാഗം ജീവനക്കാരുണ്ട്, പലരുമുണ്ട്. അവരെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയത്തിന്റെ ഒരു പ്രധാന പ്രശ്നം പരിഹരിച്ചിരിക്കുകയാണ്. ട്രെയിനിങ് തുടങ്ങാൻ തീരുമാനിച്ചു. അതിന്റെ ഉദ്ഘാടനം 4/1/2025 നടത്താൻ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു. ഇനി അതിന്റെ സന്തോഷം അറിയിക്കുന്നു ജീവനക്കാർക്ക്. ഇനി കോടതിയിൽ പോകുമ്പോൾ കേസ് കണ്ടംപ്റ്റ് കോർട്ട് കേസ് കോടതിയിൽ വരുമ്പോൾ ബോർഡിന്റെ വക്കീലിന് പറയാനുള്ള അത്യാവശ്യം കാര്യങ്ങളായിട്ടുണ്ട്. നമുക്ക് ഇനി ട്രെയിനിങ് പതുക്കെ തുടങ്ങും. ഇപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ കത്ത് തന്നിരുന്നതിന്റെ അകത്ത് KSEB വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയ്ക്ക് കൊടുത്തതായിട്ട് കാണുന്നില്ല. ഒരുപക്ഷെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ ഭരണകക്ഷിയാണ്, അംഗീകാരമുള്ള സംഘടനയാണ്, ഏക സംഘടനയാണെന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് മാത്രമായിട്ടൊരു കത്ത് കൊടുക്കുന്നു, അങ്ങനെ കത്ത് കൊടുക്കാറില്ലല്ലോ. ബോർഡ് ഒരു കത്തിറക്കിയാൽ അത് എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ഏതായാലും KSEB വർക്കേഴ്സ് അസോസിയേഷന് ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്നു എന്നും അതിൽ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കത്ത് കൊടുത്തായിട്ട് കാണുന്നില്ല. എന്താണോ അവർക്ക് കൊടുത്താൽ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടോ ഇത്രയും കാലമായിട്ട് ഇവരിലൊന്നും ഇടപെടാതിരുന്നതുകൊണ്ടോ ജീവനക്കാരുടെ വിഷയത്തിൽ അവർക്ക് അതിനെക്കുറിച്ച് പഠനം നടത്താത്തതുകൊണ്ടൊക്കെ ആണോ ബോർഡ് എന്താണെങ്കിലും ബാക്കി എല്ലാ സംഘടനയ്ക്കും കൊടുത്തിട്ടുണ്ട്, അവർക്ക് കൊടുത്തിട്ടില്ല.
അത് അവരെ ബാധിക്കുന്ന വിഷയമാണ്. എങ്കിലും ഞാനതൊന്ന് പങ്കുവെച്ചു എന്നേ ഉള്ളൂ. ഏതായാലും നല്ല കാര്യമാണ്. പ്രൊമോഷൻ ഇറക്കുന്നതും കോടതി അലക്ഷ്യ ഹർജിയൊക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്കിനിയും ശക്തമായിട്ടൊന്ന് വാദിക്കുവാനുള്ള ഒരു കാര്യം ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ 8/6/2023 മുതൽ ഞങ്ങൾ പറഞ്ഞ കാര്യം ബോർഡ് അംഗീകരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞ 2 കാര്യങ്ങളും ബോർഡ് അംഗീകരിച്ചിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.